പക്ഷേ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണെങ്കിലും അത് ഉത്തരം വരുന്ന ഈ ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കാണാറ് പോലും ഉണ്ടാവില്ല. ഹായ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. ഈ ക്ലാസ് കൃത്യമായിട്ട് കണ്ട് അവസാനം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 6 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ 6 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾ ഒരൊറ്റ കമൻറ്റിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്ത് നമുക്ക് അടുത്ത് തുടങ്ങാൻ പോകുന്ന LGS അല്ലെങ്കിൽ LDC അല്ലെങ്കിൽ LPUPയുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അതില്ല ഇവിടെ അത് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻട്രിയുടെയും അതേപോലെ തന്നെ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്നുള്ള എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെയും ഒരു നിബന്ധന പറയാം, അതുകൂടെ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കണ്ടു പഠിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രീവിയസ് വന്നൊരു ചോദ്യമാണ്. ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കും. ഇവിടെ നിന്നുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷയിലുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് അവസാനം ആ ഒരു ചോദ്യത്തിലേക്ക് കടന്നാൽ മതി. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കേവല പൂജ്യത്തിന് ആബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യത്തിന് തുല്യമായത് അല്ലാത്തത് ഏത് എന്നുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് കടക്കുക. അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിനിടയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കേവല പൂജ്യത്തിന് തുല്യമായത് അല്ലാത്തത്, തുല്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കേവല പൂജ്യം അഥവാ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന, പൂർണ്ണമായി നിലയ്ക്കുന്ന താപനിലയാണ്. അതായത് തിയററ്റിക്കലി -273.15 ഡിഗ്രി സെൽഷ്യസ് ഇതാണ് ആബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്ന് പറയുന്നത്. ഇതിനെ എത്രയായിട്ടാണ് നമ്മൾ പറയുക? കെൽവിൻ സ്കെയിലിൽ 0 കെൽവിൻ ആണ്. എത്രയാണ്? 0 കെൽവിൻ. 0 കെൽവിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കെൽവിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? തുല്യമായതാണ്. ദെൻ -273.15 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിട്ടുണ്ട്, അതും ശരിയാണ്. ദെൻ ഡിഗ്രി ഫാരൻ ഹീറ്റിലാണെങ്കിൽ അത് -459.67 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ഏതാണ് തെറ്റായത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊന്ന് തെറ്റായിരിക്കും എന്നുള്ളത് അല്ലേ? അപ്പോൾ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എത്രയായിട്ട് പറയാറുണ്ട്? -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ആബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്ന് പറയുന്നത്. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് -273.15 എന്ന് പറയുന്നത്. ഓക്കെ, ബൂമറാങ് നെബുല ഏകദേശം അതിനോടടുത്ത്, അവിടെ പോലും ഇത് എന്താണ് സൈദ്ധാന്തികപരമായിട്ട് പറയാൻ നല്ലത് അച്ചീവ് ചെയ്യുന്ന പ്രകൃതിയിൽ ഒരു സ്ഥലങ്ങളും ഇല്ല. ഏകദേശം ഇതിനടുത്ത് -272 അല്ലേ, ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ബൂമറാങ് നെബുല എന്ന് പറയുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രം പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, യെസ്, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം താപം, താപനില എന്താ വ്യത്യാസം അറിയാലോ? താപം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ താപം എന്ന് പറയുമ്പോൾ ആ വസ്തുവിൽ കുറേ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഞാനിത് 5 തന്മാത്രകൾ കൊടുത്തിട്ടുണ്ട്. ഈ പദാർത്ഥത്തിൻ്റെ താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദാർത്ഥത്തിലെ തന്മാത്രകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിക്കുന്നു, കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെ തന്മാത്രകൾക്ക് ചലനം കൊണ്ട് എന്ത് ലഭ്യമാകുന്നുണ്ട്? ഗതികോർജം ലഭ്യമാകുന്നുണ്ട് അല്ലെ? എല്ലാ തന്മാത്രകൾക്കും ഇവിടെ എന്തുണ്ടാവും? ഗതികോർജം ഉണ്ടാവും. ഇതിലുള്ള എല്ലാ തന്മാത്രകളുടെയും കൂടെ ആകെ ഗതികോർജത്തെയാണ് നമ്മൾ എന്ത് പറയുക? താപം എന്ന് പറയാം. അതായത് തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെ എന്ത് വിളിക്കും? താപം. ഇതിൽ ഓരോന്നിൻ്റെയും ഗതികോർജം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? ചിലപ്പം ഇതിൻ്റെത് അല്ലേ നമുക്കൊരു ജൂളായിട്ട് കാണാം, ഇത് 2 ജൂൾ, ഇത് 3 ജൂൾ, ഇത് 4 ജൂൾ, ഇത് 5 ജൂൾ. അപ്പോൾ അങ്ങനെ കാണാം, നമുക്ക് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പദാർത്ഥത്തിൻ്റെ ആകെ താപം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെയുള്ള മൊത്തം ഗതികോർജമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയോട് കൂട്ടുമ്പോൾ 1 + 2 + 3 + 4 + 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1 + 2 3, 3 3 6, 4 10, 15 കിട്ടും അല്ലേ? അപ്പോൾ 15 ജൂൾ. ഇതാണ് ഇവിടെ ആകെ താപം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ താപനില എന്ന് പറയുന്നത് ഇതിലെ ഓരോ തന്മാത്രകളുടെയും ഗതികോർജം വ്യത്യാസമാണല്ലോ. അപ്പോൾ അവയുടെ ശരാശരി ഗതികോർജം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? താപനില എന്ന് പറയുന്നത്. ശരാശരി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണമുണ്ടോ അത്ര കൊണ്ട് ഹരിക്കണ്ടേ? ഞാൻ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു 5 തന്മാത്ര എന്ന് കൊടുത്തതാണ്, അതുപോലായിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിക്കണം, ആ കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ അത് ജൂളിലല്ല കിട്ടേണ്ടത് നമുക്ക്. അതിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? പിന്നെ അവിടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെന്തായിരിക്കും? വളരെ കൂടിയ താപനിലയായിരിക്കും. സിമ്പിളായിട്ട് കാര്യം മനസ്സിലാകാൻ ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കുറഞ്ഞ അളവിൽ അല്ലേ, കുറഞ്ഞ അളവിലുള്ള ഒരു ചെറിയ ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുക്കുക. വലിയൊരു പാത്രത്തിൽ അല്ലേ എന്താണ് കുറച്ച് ചൂട് കുറഞ്ഞ വെള്ളം എടുക്കുക. അപ്പം നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്ളുന്ന ഏതായിരിക്കും? ചെറിയ ഗ്ലാസ്സിലുള്ള നല്ല ചൂടുവെള്ളം തൊടുമ്പോൾ നന്നായിട്ട് പൊള്ളും. പക്ഷേ
ഈ പറഞ്ഞ പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുള്ള കുറേ അധികം വെള്ളമുണ്ട്, മറ്റേതിനേക്കാൾ അത്രയും അളവിലുണ്ട്, കൂടുതലുണ്ടല്ലോ. അപ്പോൾ അത്രയും വെള്ളത്തെ തൊടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ല. പക്ഷെ കൂടുതൽ താപം ഉള്ളത് എവിടെയായിരിക്കും? ഈ വലിയ പാത്രത്തിലായിരിക്കും. കാരണം അവിടെ അളവ് കൂടുതലുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ഗതികോർജ്ജം പരിഗണിക്കുമ്പോൾ അവിടെ താപം കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്, താപവും താപനിലയും. താപത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ജൂളാണ്. എന്താണ്? ജൂളാണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. താപനില കെൽവിനാണ്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയുന്നത്. ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും അടിസ്ഥാന യൂണിറ്റ് ആണ് ജൂൾ. നമ്മൾ മുമ്പ് ഒരു മന്ത്രം ചൊല്ലിയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓം പ്രതിരോധായ, അല്ലെ? ഊതാപ്രജൂൾ എർഗായ നമഃ. ഓം പ്രതിരോധായ. ഓം യൂണിറ്റ് എന്താണ്? പ്രതിരോധം. ഓം പ്രതിരോധായ. ഊതാപ്രജൂൾ എർഗായ നമഃ. ഊതാപ്രജൂൾ എർഗായ നമഃ. ഊർജം, താപം, പ്രവൃത്തി. ഊതാപ്ര, ഊർജം, താപം, പ്രവൃത്തി. ഊതാപ്ര ജൂൾ, ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് ജൂൾ. ജൂൾ എർഗായ നമഃ ഇവയുടെ CGS യൂണിറ്റ് ആണ്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ് എന്ന് പറയുന്നത്. എന്താണ്? എർഗ്. ഊർജം, താപം എന്നിവയുടെ പ്രവൃത്തി എന്നിവയുടെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ താപം, താപനില വ്യത്യാസം മനസ്സിലായല്ലോ. താപത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ. ദെൻ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ്. ഇതിനൊക്കെ കൂടുതൽ യൂണിറ്റുകളുണ്ട്. താപനിലയുടെ മറ്റു പ്രധാന യൂണിറ്റുകളാണ് കെൽവിൻ കൂടാതെ ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ്, അല്ലെ? പഴയ സെന്റിഗ്രേഡ് സ്കെയിൽ എന്നൊക്കെ പറയും നമ്മൾ. സെൽഷ്യസ് സ്കെയിൽ അല്ലെങ്കിൽ സെന്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പം ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. എന്താണ്? ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ടത്. അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ, അത് കൂടാതെ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഓർമ്മിക്കുക. പിന്നെ റാൻകിൻ സ്കെയിൽ, റോമർ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാൻകിൻ സ്കെയില്, പിന്നെ റോമർ സ്കെയിൽ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതൊന്ന് പേര് ഓർമ്മിച്ച് വെച്ചാൽ മതി, അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ. റാൻകിൻ സ്കെയിലും റോമർ സ്കെയിലും ഒക്കെ താപനിലയുടെ മറ്റ് ചില യൂണിറ്റുകളാണെന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായിരുന്നു? കേവല 0 0 കെൽവിൻ ആണ്, അല്ലാതെ 0 ഡിഗ്രി സെൽഷ്യസ് അല്ല. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റിലാണ് കൊടുത്തതെങ്കിൽ -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. ചിലപ്പോൾ റൗണ്ട് ചെയ്തിട്ട് -460 എന്ന് കൊടുത്തേക്കാം. -460 ഫാരൻഹീറ്റ്. ഇതാണ് കേവല 0 അഥവാ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യ ഓർമ്മിക്കണം. 0 എന്ന് കേട്ടിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. അത് പലപ്പോഴും പലർക്കും അബദ്ധമാവാറുണ്ട്. ഇനി കേവല 0-ൽ വളരെ അപൂർവമായിട്ട്, ഇനി എങ്ങാനും ഇപ്പം അങ്ങനെയാണല്ലോ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത്, ഇതുവരെ ചോദിക്കാത്ത പല കാര്യങ്ങളും കടന്നു വരികയല്ലേ. ഇനി അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഓർമ്മിക്കേണ്ടത് അബ്സല്യൂട്ട് 0 എന്ന് പറയുമ്പോൾ കെൽവിനിൽ മാത്രമാണ് 0 കെൽവിൻ, അല്ലേ? നമുക്ക് അറിയുന്ന പ്രധാന സ്കെയിലുകളിൽ സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ആ കൂട്ടത്തിൽ. എന്നാൽ 0 കെൽവിന് തുല്യമാണ് 0 റാൻകിനും. അതായത് റാൻകിൻ സ്കെയിൽ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ പോലെ തന്നെ 0-ലാണ്. ഓക്കെ. 0 കെൽവിനും 0 റാൻകിനും എന്താണ്? സെയിം ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വ്യത്യാസമാണ്. പിന്നീട് അങ്ങോട്ട് ഓരോന്നിലും വ്യത്യാസമാണ്. അതായത് ഒരു റാൻകിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 5/9 കെൽവിനാണ്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 റാൻകിനാണ്. അത് പരീക്ഷ അത്രയും സ്റ്റാൻഡേർഡ് ആയാൽ, അത്രയും ടഫ് ആയാൽ മാത്രമേ ഈ ചോദ്യങ്ങൾ വരുള്ളൂ. അതല്ലാതെ ചോദിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പം ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ 1.8 റാൻകിനാണ്. അപ്പം 100 കെൽവിൻ എന്ന് പറയുമ്പോൾ 180 റാൻകിൻ വരും. അതായത് കെൽവിൻ സ്കെയിലും റാൻകിൻ സ്കെയിലും 0-ൽ മാത്രം തുല്യമായിരിക്കും. പിന്നീട് അങ്ങോട്ട് വ്യത്യാസമാണ്. കാരണം ഓരോ വിഭജനങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ 1.8 റാൻകിനാണ്. അപ്പോൾ ആ വ്യത്യാസം അങ്ങോളം പിന്നെ വരുമല്ലോ. അപ്പോൾ പിന്നെ ഒരിക്കലും തുല്യമാവില്ല. കെൽവിൻ സ്കെയിലും റാൻകിൻ സ്കെയിലും എത്രയിൽ തുല്യമാവും? 0-ൽ തുല്യമാവും. അതൊക്കെ ഇനി അപൂർവം പരീക്ഷകളിൽ, ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ റയർ ക്വസ്റ്റനായി, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റനായി വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. സാധാരണ ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ ഇത് മൂന്നും വെച്ചാണ് പരീക്ഷ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അപ്പോൾ 100 കെൽവിൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 180 എന്തായിരിക്കും? റാൻകിൻ ആയിരിക്കും. റാൻകിൻ, റോമർ ഇതൊക്കെ ആളെ പേരുകളിലാണ്. കെൽവിൻ സ്കെയിലായാലും സെൽഷ്യസ് സ്കെയിലായാലും ഫാരൻഹീറ്റ് സ്കെയിലായാലും റാൻകിൻ സ്കെയിലായാലും റോമർ സ്കെയിലായാലും ഇതൊക്കെ ആവിഷ്കരിച്ച ആളുകളുടെ പേരിലാണ് ഈ സ്കെയിലുകൾ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിടത്തിലുള്ള കാര്യമാണ് താപം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ്, ആകെ കൈനറ്റിക് എനർജിയാണെന്ന് പറയും നമ്മൾ താപം എന്ന് പറയുക. ഏതൊരു പദാർത്ഥമായാലും അതിലടങ്ങിയിരിക്കുന്ന കുറേ തന്മാത്രകൾ ഉണ്ടാവും. ആ തന്മാത്രകൾ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആയിട്ട് ചലിക്കുന്നുണ്ടാവും.
ആ ചലനം കൊണ്ട് ഓരോ തന്മാത്രയ്ക്കും എന്തുണ്ടാവും? ഗതികോർജ്ജം ഉണ്ടാവും. കൈനറ്റിക് എനർജി ഹാഫ് mv², അറിയുന്നല്ലേ? അപ്പം ആ ഒരു ഗതികോർജ്ജം ഓരോ തന്മാത്രയ്ക്കും ഉണ്ടാവും. അത് എത്ര തന്മാത്രകളുണ്ട് അതിൻ്റെ എല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? താപം എന്ന് പറയുക. ഊർജ്ജത്തിന്റെ ഒരു രൂപമാണ് എന്ത്? താപം എന്ന് പറയുന്നത്, താപോർജ്ജം അല്ലേ? യൂണിറ്റ് നമ്മൾ പറഞ്ഞു, അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ദെൻ താപം അളക്കാനുള്ള ഉപകരണമാണ് എന്ത്? കലോറിമീറ്റർ. അതറിയാം നിങ്ങൾക്ക്. താപത്തിന്റെ ആദ്യകാല യൂണിറ്റ് ആണ്, ഒരു ട്രഡീഷണൽ യൂണിറ്റ് ആണ് എന്ത്? കലോറി. അപ്പൊ കലോറിമീറ്റർ എന്തളക്കാനുള്ളതാണ്? താപം അളക്കാനുള്ള ഉപകരണമാണ്. ഓക്കെ, താപത്തിന്റെ ഒരു ഊർജം, താപം, പ്രവൃത്തി അടിസ്ഥാന യൂണിറ്റ് ആണ് ജൂൾ. ഇവയുടെ ഒരു ആദ്യകാല യൂണിറ്റ് ആണ് കലോറി. ദെൻ CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ് എന്ന് പറയുന്നത്. CGS യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പഴയ MK സിസ്റ്റം ആണ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് അല്ലേ? നീളത്തിന്റെ മീറ്റർ, ദെൻ മാസിന്റെ കിലോഗ്രാം, സമയത്തിന്റെ സെക്കൻഡ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് SI സിസ്റ്റം. പഴയ MK സിസ്റ്റം ആണ് പുതിയ SI പദ്ധതി എന്ന് പറയുന്നത്, SI സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പകരമായിട്ട് മീറ്ററിന് പകരം സെന്റിമീറ്റർ, കിലോഗ്രാമിന് പകരം ഗ്രാം, ദെൻ സെക്കൻഡിന് പകരം എന്താണ്? സെക്കൻഡ്. അത് മാത്രം സെയിം, ബാക്കിയെല്ലാം വ്യത്യാസം. ആ അടിസ്ഥാനത്തിലുള്ളതാണ് CGS യൂണിറ്റ്. അപ്പം ഊർജം, താപം, പ്രവൃത്തിയുടെ ഒക്കെ CGS യൂണിറ്റ് ആണ് ഇത് എർഗ് എന്ന് പറയുന്നത്. എന്താണ്? എർഗ്. ഇതിന് തമ്മിലുള്ള ബന്ധം സ്ഥിരം പരീക്ഷയിൽ വരുന്നതാണ്. ഒരു കലോറി സമം എത്ര ജൂൾ? 4.2 ജൂൾ എന്നാണ് പരീക്ഷ സ്ഥിരം ഉണ്ടാവുക. 4.184. അതാണ് റൗണ്ട് ചെയ്തിട്ട് എത്ര പറയുന്നത്? 4.2 ജൂൾ എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെക്കുക. 4.184 ജൂൾ. ഇനി പരീക്ഷയിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. 2 സ്ഥാനമോ 3 സ്ഥാനമോ ഒക്കെ മാറി മാറി കൊടുത്തേക്കാം പരീക്ഷ സ്റ്റാൻഡേർഡ് ആകുന്ന സമയത്ത്. ഓക്കെ, ഇപ്പൊ ചില പാഠപുസ്തകങ്ങളിലൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കുക. 4.184 ജൂൾ. അത് റൗണ്ട് ചെയ്യുന്നതാണ് 4.2 ജൂൾ എന്ന് പറയുന്നത്. ദെൻ ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? 10⁻⁷ ജൂൾ ആണ്. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁷ ജൂൾ. നേരെ തിരിച്ചാ ചോദിച്ചെങ്കിലോ? ആ സാറ് പഠിപ്പിച്ച നെഗറ്റീവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോണ്ട. ഒരു ജൂൾ സമം എത്ര എർഗാണെന്ന് ചോദിച്ചാലോ 10⁻⁷ എർഗായിരിക്കും ഒരു ജൂൾ. തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് മാറിപ്പോരുതേ. അപ്പം ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചാൽ മതി, മറ്റത് നേരെ തിരിച്ചാന്ന് ഓർമ്മിച്ചാൽ മതി. ഒരു നമ്മൾ മറ്റ് യൂണിറ്റുകളല്ലേ പഠിക്കുന്നത്. അപ്പോൾ മറ്റ് യൂണിറ്റുകൾ, ഒരു കലോറി 4.2 ജൂൾ, ഒരു എർഗ് എത്ര ജൂൾ? 10⁻⁻⁷ ജൂൾ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ജൂൾ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ താപവുമായിട്ട് ബന്ധപ്പെട്ട് താപത്തിന്റെ പ്രസരണ രീതികളാണ്. താപത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വഹിച്ചു കൊണ്ടുപോവുക, ചലനം, അതിനെയാണെന്ന് പറയുക? താപപ്രസരണം എന്ന് പറയുക. താപത്തിന്റെ ചലനമാണ്. അത് 3 രീതിയിലാണ്. അതിലൊന്നാണ് ചാലനം അഥവാ കണ്ടക്ഷൻ. മറ്റൊന്നാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. മറ്റൊന്നാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത്. ചാലനം, സംവഹനം, വികിരണം, ഈ 3 രീതികളിലാണ് പൊതുവെ താപം പ്രസരണം നടക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് താപം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് അല്ലേ? ഈ ഒരു രീതിയിലാണ് ചാലനം, സംവഹനം, ദെൻ വികിരണം എന്നുള്ള രീതികളിലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു പദാർത്ഥം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും? കുറേ അധികം തന്മാത്രകൾ ഉണ്ടാവും അല്ലേ? യെസ്. ഇനി ഇതിനടുത്ത് മറ്റൊരു വസ്തു വെച്ചു എന്ന് വിചാരിക്കുക. ഇത് ചൂടായ ഒരു വസ്തുവാണ്. ഇതിന് സമീപത്തൊരു വസ്തു വെച്ചാൽ അതും ചൂടാവുമല്ലോ. ഇതൊരു ഇരുമ്പാണെന്ന് വെച്ചോ, മറ്റൊരു ലോഹം ഇവിടെ സമീപത്ത് വെക്കുന്നു. അപ്പോൾ ഈ ലോഹം ചൂടായി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഇതും എന്താവും? ചൂടാവും. എങ്ങനെയാണ് ചൂടാകുന്നത്? അത് ചാലനം എന്നുള്ള രീതിയാണ്. അതായത് അതിലുള്ള തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെ തന്നെ താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. തന്മാത്രകൾ എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. ഒരു തന്മാത്രയിൽ നിന്ന് താപം അല്ലേ തൊട്ടടുത്തതിലേക്ക് പോകുന്നു, അങ്ങനെ എന്ത് ചെയ്യാണ്? അപ്പുറത്തേക്കും കിട്ടുകയാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാത്രം ചൂടാക്കുമ്പോൾ ആ പാത്രം അല്ലേ, ആ പാത്രത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൈഭാഗം ഉണ്ടാവും, അതിലേക്കും ചൂട് ചെറുതായിട്ട് വരുന്നില്ല. അതിൻ്റെ കോട്ടിങ് വേറെ, താപത്തെ വഹിക്കാത്ത, താപചാലകമല്ലാത്ത എന്തെങ്കിലും കോട്ടിങ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ആ കൈപ്പിടിയിൽ അറിയാത്തത് അല്ലേ, അല്ലാത്തടത്തിലേക്ക് വരുന്നില്ലേ? യെസ്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട എന്താണ്? ചാലനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റമില്ലാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഒന്നിലുണ്ടാകുന്ന താപം അടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. തന്മാത്രകൾക്ക് എന്തില്ല? സ്ഥാനമാറ്റമില്ല. മനസ്സിലായില്ലേ? അതാണെന്ത്? ചാലനം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഖരവസ്തുക്കളിലാണ് ചാലനം നടക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ മതി, ഖരവസ്തുക്കളിൽ തന്മാത്രകൾ ഇങ്ങനെ അടുത്തടുത്ത് സ്ഥിതി കൊള്ളുകയായിരിക്കുമല്ലോ, അപ്പം ചലിക്കാൻ പറ്റുന്നതിനകത്ത് അങ്ങനെ തന്നെ ചിന്തിച്ച് വെച്ചാൽ മതി. ഓക്കെ. അപ്പം ചാലനം അഥവാ കണ്ടക്ഷൻ. ദെൻ സംവഹനം അഥവാ കൺവെക്ഷൻ. സംവഹനം എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം വഴി
എന്ത് ചെയ്യുക, താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ തന്മാത്രകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്താണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണെന്ന് പറയുക, സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുക. പൊതുവെ ദ്രവങ്ങളിൽ, ദ്രവം എന്ന് പറയുമ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? സംവഹനമാണ്. കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? സംവഹനം അഥവാ കൺവെക്ഷൻ ആണ്. ചോദിച്ചിട്ടുണ്ട്, പലതവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംവഹനം ഓർമ്മിച്ച് വെക്കുക. ഖരത്തിൽ ചാലനം, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനം അഥവാ കൺവെക്ഷൻ. ദെൻ വികിരണം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ, മാധ്യമ സാന്നിധ്യമില്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത്. വികിരണം അഥവാ റേഡിയേഷൻ. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നതൊക്കെ വികിരണ രൂപത്തിലാണെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണ രൂപത്തിലാണ്. അപ്പോൾ ചാലനം, സംവഹനം, വികിരണം, ഈ 3 രീതികളിലാണ് താപപ്രസരണം നടക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ദെൻ താപനില, എന്തായിരുന്നു വ്യത്യാസം എന്നാ പറഞ്ഞത്? താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞത്? പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് എന്ത്? താപം. ശരാശരി ഗതികോർജ്ജമാണ് താപനില എന്ന് പറയുന്നത്. ഓരോ തന്മാത്രകളുടെയും ഗതികോർജ്ജം വ്യത്യാസപ്പെട്ടിരിക്കും. ശരാശരി ഗതികോർജ്ജമാണ് എന്ത്? താപനില എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് താപനില. ഒരു പദാർത്ഥം എത്രത്തോളം തണുത്തിരിക്കുന്നു, എത്രത്തോളം ചൂടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന അളവാണ് അതിന്റെ താപനില അഥവാ ഊഷ്മാവ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. താപനില അഥവാ ഊഷ്മാവ്, ടെമ്പറേച്ചർ എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലേ? അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക സെൽഷ്യസ് എന്നാണ്. എന്നാൽ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ. മറ്റു പ്രധാന യൂണിറ്റുകളാണ് സെൽഷ്യസ് സ്കെയിൽ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, പിന്നെ നമ്മൾ പഠിച്ചു റാൻകിൻ, റോമർ. ഇതൊക്കെ താപനിലയുടെ മറ്റ് ചില യൂണിറ്റുകളിൽ വരുന്നതാണ്. താപനില അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ, പലതരം തെർമോമീറ്ററുകളില്ലേ? ഇന്ന് നമുക്ക് എന്താണ് പനി പിടിച്ചു നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കക്ഷത്തിൽ വെക്കുന്ന, അല്ലേ, രീതിയിലുള്ള തെർമോമീറ്ററുകൾ കാണാം. നിങ്ങൾക്ക് ഡിജിറ്റൽ തെർമോമീറ്ററുകൾ കാണാം. അതേപോലെ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ, നമ്മൾ തൊടാതെ തന്നെ പനി അളക്കാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകൾ ഉണ്ട്, അതിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത്തരം തെർമോമീറ്ററുകൾ, പലതരത്തിലുള്ള തെർമോമീറ്ററുകൾ നമുക്കുണ്ട്. പൊതുവെ സാധാരണ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകങ്ങൾ, അതായത് തെർമോമീറ്ററിൽ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തുണ്ടാവും? ദ്രാവകം ഉണ്ടാവും പൊതുവെ. അതാണെന്ത്? മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ. പൊതുവെ ഉപയോഗിക്കുന്ന ഏതാണ്? മെർക്കുറിയാണ്. കൂടുതൽ തെർമോമീറ്ററുകളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറിക് തെർമോമീറ്ററുകളാണ്. ഓക്കെ, മറ്റൊന്ന് ഏതാണ്? ആൽക്കഹോൾ തെർമോമീറ്ററുകളാണ്, ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്യാസ് തെർമോമീറ്ററുകളുണ്ട്. അതായത് ഈ തെർമോമീറ്ററുകൾ കാലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണ് എന്താണ്? ഗ്യാസ് തെർമോമീറ്ററുകൾ. അത്തരം തെർമോമീറ്ററുകളിൽ ഒന്നുകിൽ ഹീലിയം, അല്ലെങ്കിൽ ഹൈഡ്രജൻ, അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതങ്ങനെ ചോദിച്ചിട്ടില്ല, PSC അങ്ങനെ ചോദിച്ചിട്ടില്ല ഗ്യാസ് തെർമോമീറ്ററുകളുടെ കാര്യം. ഓക്കെ, അപ്പം സാധാരണ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മെർക്കുറിയാണ് ഉണ്ടാവുക. അതില്ലെങ്കിൽ ഏതുണ്ടോ നോക്കുക? ആൽക്കഹോൾ ഉണ്ടോ നോക്കുക. ഇനി മെർക്കുറിയും ആൽക്കഹോളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവ രണ്ടും എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ശരി ഉത്തരം. ഓക്കെ, മെർക്കുറിക് തെർമോമീറ്റർ ഉണ്ട്, ആൽക്കഹോളിക് തെർമോമീറ്റർ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ രണ്ടിൻ്റെയും കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. മെർക്കുറി, ആൽക്കഹോൾ, ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ദ്രവണാംഗം, തിളനില, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയിൽ വന്നിട്ടുണ്ട്. മെർക്കുറി ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു താപചാലകമാണ്, താപനില അളക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് താപചാലകമാണ്. പിന്നെയോ വിസിബിലിറ്റി കൂടുതലാണ്, നല്ല ദൃശ്യത കൂടുതലാണ്, നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ തെർമോമീറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യില്ല? ഒട്ടിപ്പിടിക്കില്ല, അതിൽ പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ട് വ്യക്തത നല്ല കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എല്ലായിടത്തേക്കും ഒരേ രീതിയിലുള്ള വികാസമാണ് ഇതിന്. എന്താണ്? തെർമൽ എക്സ്പാൻഷൻ ഒരേപോലെയാണ്. ചൂടാകുമ്പോഴുള്ള അതിൻ്റെ വികാസം ഉണ്ടല്ലോ മെർക്കുറിയുടേത്, അത് എല്ലായിടത്തേക്കും ഒരേ രീതിയിലാണ് വികസിക്കുന്നത്, തെർമൽ എക്സ്പാൻഷൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നതിനുള്ള കാരണം? മെർക്കുറി ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, യെസ്. ഇനി ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇതാണ്, നോക്കിയേ. മെർക്കുറിയുടെ ദ്രവണാംഗം എത്ര? പലതവണ പരീക്ഷ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ മെർക്കുറി മാത്രം ചോദിക്കുന്നത് പലരും വിചാരിക്കും. ഇതുകൊണ്ടാണ്, ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. മെർക്കുറിയുടെ ദ്രവണാംഗം എത്രയാണ്? -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെക്കണേ, നെഗറ്റീവ് ആണ്. -39 ഡിഗ്രി സെൽഷ്യസ് ദ്രവണാംഗം. ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ എന്താ? ദ്രവമായി മാറുന്ന അംഗം, ദ്രാവകമായി മാറുന്ന അംഗം. അംഗം മീൻസ് സംഖ്യ.
അപ്പം ഒരു ഖരം ദ്രാവകമായി മാറുന്ന ആ ഒരു താപനിലയാണ്. അപ്പം മെർക്കുറി എന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾക്കറിയാം സാധാരണ ഊഷ്മാവിൽ ദ്രാവകം, കാരണം -39 തന്നെ ദ്രാവകമാകുമല്ലോ, അത്രയും താഴ്ന്ന താപനിലയിൽ തന്നെ ദ്രാവകമാവും. ഖരാവസ്ഥയിൽ നിന്ന് -39 തന്നെ അത് ദ്രാവകമായിട്ട് മാറും. അതാണ് അതിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, -39 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇതിൻ്റെ തിളനില, അതായത് തിളനില എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്, ആ ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനില, അത് എത്രയാണ്? 357. അപ്പോൾ ഇതിനിടയിൽ നല്ലൊരു റേഞ്ച് കിടക്കുന്നുണ്ട്. -39 357, ഇത് പോസിറ്റീവാ. ഇത് ഓർമ്മിച്ച് വെക്കണേ രണ്ടും. ദ്രവണാങ്കം മെർക്കുറി -39, തിളനില ഓർമ്മിക്കാൻ ഒരു എളുപ്പമുണ്ട്, 357 ഒറ്റ സംഖ്യകൾ, 357 357 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഓർമ്മിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും, 357 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിനിടയിൽ വലിയൊരു റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്? മെർക്കുറി ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ ആൽക്കഹോളിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ആൽക്കഹോളും പൊതുവെ ഉപയോഗിക്കാറുണ്ട്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് -114 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൗണ്ട് ചെയ്തിട്ട് ഓർമ്മിച്ചാൽ -114.1 എന്നൊന്നും വേണ്ട, -114 ഡിഗ്രി സെൽഷ്യസ് ദ്രവണാങ്കം ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എത്തനോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഉണ്ടല്ലോ, നമ്മളല്ല നിങ്ങൾ, ഞാനത് കുടിക്കില്ല. ഓക്കെ, -114 ഡിഗ്രി സെൽഷ്യസ് ആണ് എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ. എത്രയാണ്? -114 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ തിളനില, തിളച്ച് വാതകം ഗ്യാസ് ആയി മാറുന്നത് എത്രയിലാ? 78 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്രയാണ്? 78. അപ്പോൾ ഇത് രണ്ടും റൗണ്ട് ചെയ്തിട്ട് ഈ സംഖ്യ ഓർമ്മിച്ചാൽ മതി. ദ്രവണാങ്കം 114, -114, തിളനില 78. ഇതാണ് ആൽക്കഹോളിൻ്റെ, എത്തനോളിൻ്റെ ദ്രവണാങ്കവും തിളനിലയും. ഇതൊക്കെ ഇത് രണ്ടിൻ്റെയും, മെർക്കുറിയുടെയും ആൽക്കഹോളിൻ്റെ എന്നല്ലെങ്കിൽ എത്തനോളിൻ്റെ എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള കാരണം ഇതാണ്. ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പല പരീക്ഷകളിലും ഇവയുടെ ദ്രവണാങ്കവും തിളനിലയും പല ചോദ്യപേപ്പറുകളിലും വന്നിട്ടുള്ളത്. ഓക്കെ, ആ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ കൂടുതലും എന്താണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു? മെർക്കുറിക് തെർമോമീറ്റർ ആണെന്ന് പറഞ്ഞു. എന്നാൽ അതിശൈത്യ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? ആൽക്കഹോളിക് തെർമോമീറ്റർ ആണ്. ആൽക്കഹോളാണ് അതിൽ ഉപയോഗിക്കുന്ന ദ്രാവകം എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കട്ടോ. അതിശൈത്യ പ്രദേശങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ആൽക്കഹോളാണ്. മെർക്കുറിയേക്കാൾ വികാസശേഷി കൂടുതലാണ്. മെർക്കുറിയേക്കാളും വികാസശേഷി എന്താണ്? കൂടുതലാണ് ആൽക്കഹോളിന്. അതിശൈത്യ പ്രദേശങ്ങളിലെ താപനില അളക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ആൽക്കഹോൾ ആണ്. കാരണം എന്താ? -114, മറ്റേത് -39 വരെയല്ലേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിച്ചു വെക്കുക, ആൽക്കഹോൾ. അപ്പോൾ മെർക്കുറിയും ആൽക്കഹോളും അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി പലതരം തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം അടിസ്ഥാന താപനില, താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ, മറ്റൊന്ന് സെൽഷ്യസ്, മറ്റൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്. പക്ഷേ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണെങ്കിലും അത് ഉത്തരം വരുന്ന ഈ ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കാണാറ് പോലും ഉണ്ടാവില്ല. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പൊതുവെ ഉത്തരം കൊടുക്കുക ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ഫാരൻഹീറ്റ് എഴുതുക. ഇനി ഫാരൻഹീറ്റും സെൽഷ്യസും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. കാരണം ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തൊക്കെ മോഡേൺ തെർമോമീറ്ററുകളിലൊക്കെയും രണ്ടും കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കക്ഷത്തിൽ വെക്കുന്ന ആ ഡിജിറ്റൽ തെർമോമീറ്ററിലൊക്കെ ഒരൊറ്റ പ്രസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫാരൻഹീറ്റും കിട്ടും, സെൽഷ്യസും കിട്ടും. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ പൊതുവെ താപനില അല്ലേ, ഫീവറൊക്കെ പറയുക, പനി പറയുക നമ്മൾ എന്തിലാണ്? 100 ഡിഗ്രി പനി എന്നൊക്കെയല്ലേ പറയുക. യെസ്, അതായത് നമ്മുടെ ശരീര താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് മുകളിലേക്ക് കൂടുക, അതാണ് എന്ത്? പനി എന്ന് പറയുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതാണ് 98.6. 37 എന്ന് പറയുന്നതാണ് ശരിക്കും ഇന്ന് കണക്കുകൾ പ്രകാരം 36.6 to 36.9 ഈ ഒരു റേഞ്ചാണ് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആയിട്ട് പൊതുവെ മെഡിക്കൽ ഫീൽഡിൽ കണക്കാക്കുന്നത്. 36.9 വരെയാണ് മാക്സിമം. 36.9 ആകുമ്പോൾ ഇത് 98.4 ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ചില പരീക്ഷകൾ അങ്ങനെ കാണുന്നത്. രണ്ടും കൊടുക്കൂല, ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യുക. ഇത് 36.9 എന്നുള്ള റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എത്ര പറയുന്നത്? 37 എന്നങ്ങ് പറയുന്നത്. ആ 37 തുല്യമായിട്ടുള്ള ഫാരൻഹീറ്റ് ആണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേരിയ പനിയാണെങ്കിൽ തന്നെ അത് 100 മുകളിലേക്ക് കടക്കും. പറഞ്ഞില്ലേ, 98.6 99 100 ആവും. ഒരു ചെറിയ പനിയാണെങ്കിൽ തന്നെ 100 ഡിഗ്രി. നമ്മൾ 100 ഡിഗ്രി പനിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പനി പോലെയൊക്കെയാണ്. അത് മെഡിക്കൽ ഫീൽഡിൽ എന്താണ്? ലോ ഫീവർ എന്നുള്ള കണക്കിലേക്കാണ് വരിക. ഒരു 102 ഇതിലോട്ടൊക്കെ വരുന്നവരാണ്, ആ റേഞ്ചിലേക്ക് എത്തുന്നവരാണ് ഒരു ഒരു മോഡറേറ്റ് ഫീവർ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഹൈ ഫീവറായി ഒരു 104 106 ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോഴാണ്
ഏറ്റവും മാക്സിമം അല്ലേ എന്താണ് എമർജൻസി കേസായിട്ട് കണക്കാക്കുന്ന പനി എന്ന് പറയുന്നത് ഹൈപ്പർ പൈറക്സിയ എന്നൊക്കെ പറയും. എന്താണ് ഹൈപ്പർ പൈറക്സിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 അഥവാ 98.6. അത് ബൈ ഹാർട്ട് തന്നെ ഓർമ്മിക്കണം, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഫാരൻഹീറ്റ്. ഉത്തരം ഫാരൻഹീറ്റ്. സെൽഷ്യസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തതെങ്കിൽ ഫാരൻഹീറ്റ് എഴുതുക. ഇനി ഫാരൻഹീറ്റ് സെൽഷ്യസ് ഇവ രണ്ടും എന്നുണ്ടെങ്കിൽ അത് രണ്ടും എന്ന് എഴുതണം. ഫാരൻഹീറ്റും പിന്നെ എന്ത് ഉപയോഗിക്കാറുണ്ട്, സെൽഷ്യസ് സ്കെയിലും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ തന്നെ രണ്ടും കിട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ ഭൂരിഭാഗം തെർമോമീറ്ററുകളും ഉള്ളത്, ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ. ഇനി ലബോറട്ടറി തെർമോമീറ്ററുകൾ എന്താ ഉപയോഗിക്കുന്നത്, പൊതുവെ സെൽഷ്യസ് ആണ്. ലബോറട്ടറി തെർമോമീറ്ററുകളിൽ കണക്കുകൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് സെൽഷ്യസ് സ്കെയിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പൊതുവെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എന്ത് എഴുതുക, സെൽഷ്യസ് സ്കെയിൽ എന്ന് എഴുതുക. അവിടെ ആവശ്യമായ കൺവേർഷൻ്റെ കാര്യത്തിൽ സെൽഷ്യസിൽ കണ്ടിട്ട് എന്താണ് കെൽവിനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുവരെ പരീക്ഷ ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചേക്കാം. ക്രയോജനിക് തെർമോമീറ്റർ, വളരെ താഴ്ന്ന താപനിലയൊക്കെ അളക്കാനുള്ള തെർമോമീറ്ററാണ് ക്രയോജനിക് തെർമോമീറ്റർ. ക്രയോജനിക് തെർമോമീറ്റർ, അതേപോലെ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗ്യാസ് തെർമോമീറ്റർ, ഹീലിയമോ അല്ലെങ്കിൽ ഹൈഡ്രജൻ, നൈട്രജൻ ഇങ്ങനെ ഏതെങ്കിലും ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗ്യാസ് തെർമോമീറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവയെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഗ്യാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്, കെൽവിൻ സ്കെയിലാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ക്രയോജനിക് വളരെ താഴ്ന്ന താപനിലയല്ലേ, താഴോട്ടുള്ളതല്ലേ വേണ്ടത്, -273 ഡിഗ്രി സെൽഷ്യസ് അല്ലേ 0 കെൽവിൻ. അപ്പോൾ കെൽവിൻ സ്കെയിലിൽ പൊതുവെ താഴ്ന്ന താപനില അളക്കാൻ ഗുണകരമാണ്. അതുകൊണ്ട് ക്രയോജനിക് തെർമോമീറ്ററുകളിൽ കെൽവിൻ സ്കെയിലാണ്. സ്റ്റാൻഡേർഡ് ഗ്യാസ് തെർമോമീറ്ററിൽ എന്താണ്, കെൽവിൻ സ്കെയിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഈ 3 സ്കെയിൽ പ്രധാനപ്പെട്ട സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഈ 3 സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട് PSCയിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. സെൽഷ്യസ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ആരാണ്, ആൻഡേഴ്സ് സെൽഷ്യസ്. ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിൽ. പേര് തന്നെ ഉണ്ട്, സെൽഷ്യസ് സ്കെയിൽ, ആൻഡേഴ്സ് സെൽഷ്യസ്. ദെൻ ഇതിന് ഏറ്റവും താഴ്ന്ന ഒരു പോയിന്റും ഏറ്റവും ഉയർന്ന ഒരു പോയിന്റും ഉണ്ടാകുമല്ലോ. ആ താഴ്ന്ന പോയിന്റാണ് എന്ത്, ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്, ഐസ് പോയിന്റ്. ഐസ് പോയിന്റ് എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും ഉയർന്ന പോയിന്റാണ് സ്റ്റീം പോയിന്റ്. എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിനിടയിൽ കൃത്യമായിട്ടുള്ള 100 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടാവും. അതാണ് എന്ത്, സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 100 തുല്യ ഭാഗങ്ങൾ, 0, 1, 2 അങ്ങനെ 100 ഭാഗങ്ങൾ, 0 മുതൽ 100 വരെയുള്ളത്, അതാണ് സെൽഷ്യസ് സ്കെയിൽ. അത് ഓർത്ത് വെക്കണം. ഇങ്ങനെ തന്നെ പരീക്ഷ ചോദിക്കാറുണ്ട്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ അവതരിപ്പിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ദെൻ ഐസ് പോയിന്റ് അല്ലേ, പിന്നെ സ്റ്റീം പോയിന്റ്. അപ്പോൾ 0, 100. അതായത് ഐസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐസ് ആകുന്ന പോയിന്റ് അത് തന്നെ വെച്ച് ഇവിടെ കിട്ടും. ഏറ്റവും താഴ്ന്നത് സെൽഷ്യസ് സ്കെയിലിൽ ഐസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. അതായത് ഐസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഉരുകുന്ന താപനില അല്ലെങ്കിൽ ജലം ഐസ് ആകുന്ന താപനില രണ്ടും സെയിം ആണല്ലോ. 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. ജലം ഐസ് ആയി മാറുന്നതും ഐസ് ഉരുകി ജലമായി മാറാൻ തുടങ്ങുന്നതും, അതായത് ഐസിൻ്റെ ദ്രവണാങ്കം, ജലത്തിൻ്റെ ഗരണാങ്കം ഫ്രീസിംഗ് പോയിന്റ്, ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് അഥവാ ഗരണാങ്കം ഗരമായി മാറുന്ന താപനില. അപ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റും എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ്. അതാണ് സെൽഷ്യസ് സ്കെയിലിൽ ഏറ്റവും താഴ്ന്ന താപനിലയായിട്ട് എടുക്കുന്നത്, ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഉയർന്ന താപനിലയെ സ്റ്റീം പോയിന്റ്, ഏറ്റവും താഴ്ന്ന തണുത്തത് 0, ഏറ്റവും ഉയർന്നത് സ്റ്റീം നീരാവി എന്നുള്ള അർത്ഥത്തിൽ. ഐസ് പോയിന്റ് ഏറ്റവും താഴ്ന്നത് അതിലുള്ള, ഏറ്റവും ഉയർന്നത് സ്റ്റീം പോയിന്റ് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം തിളയ്ക്കുന്ന താപനില, ജലം തിളച്ച് നീരാവിയായി മാറുന്ന, ജലം എന്ന ദ്രാവകം തിളച്ച് നീരാവി എന്ന വാതകമായി മാറുന്ന താപനില, അതാണ് ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില എന്ന് പറയുന്നത്. ജലത്തിൻ്റെ തിളനിലയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ജലത്തിൻ്റെ തിളനിലയാണ് ഇതിലെ സ്റ്റീം പോയിന്റ് അഥവാ ഏറ്റവും ഉയർന്ന പോയിന്റ്. അപ്പോൾ ഏറ്റവും താഴ്ന്ന പോയിന്റായിട്ട് ഐസിൻ്റെ ദ്രവണാങ്കം അഥവാ 0 ഡിഗ്രി സെൽഷ്യസും, ഏറ്റവും ഉയർന്ന പോയിന്റായിട്ട് ജലത്തിൻ്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റും 0 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ്, ഇതിനിടയിൽ 100 തുല്യ ഭാഗങ്ങൾ. ഇതാണ് സെൽഷ്യസ് സ്കെയിൽ. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ആ രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് ഒരു പരീക്ഷ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫാരൻഹീറ്റ് സ്കെയിൽ. എന്താണ് ഫാരൻഹീറ്റ് സ്കെയിൽ? ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടുപിടിച്ച ആരാ? ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ്. ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിച്ചത്. ഗബ്രിയേൽ ഫാരൻഹീറ്റ്. ഇവിടെ ഐസ് പോയിന്റ് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഐസ് പോയിന്റ്.
ഐസ് പോയിന്റ് എത്ര? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അതായത് ഈ 0 ഡിഗ്രി സെൽഷ്യസിന് സമാനമാണ്, സെയിം ആണ്. ദെൻ സ്റ്റീം പോയിന്റ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സ്റ്റീം പോയിന്റ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് സമാനമാണ്, ഇതിന് സമാനമാണ്, ഇതിന് സമാനമാണ്. പക്ഷേ ഇതിന് ഓരോന്നിനും ഇടയിൽ, ഈ 32നും 212നും ഇടയിൽ 180 തുല്യ ഭാഗങ്ങളുണ്ട്. മറ്റത് 100 ഭാഗങ്ങളാണെങ്കിൽ ഇവിടെ 180 തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലായ്പ്പോഴും എന്തായിരിക്കണം എന്നില്ല, തുല്യമാകില്ല എന്നുള്ളതാണ്. ഓരോന്നും എപ്പോഴാണ് തുല്യമാകുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതാണ്. സ്ഥിരം ചോദ്യമാണ്. ഇത് ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയിൽ പോലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഐസ് പോയിന്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് ഇതിന് തുല്യമായിട്ടുള്ള ഫാരൻഹീറ്റ് ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റും. സ്റ്റീം പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം പരീക്ഷയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിലെ ഏറ്റവും താഴ്ന്ന പോയിന്റ് എത്ര? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഏറ്റവും ഉയർന്ന പോയിന്റ് എത്ര? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. ഓക്കെ, അതാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഇനിയാണ് എന്ത്? കെൽവിൻ സ്കെയിൽ. എന്താണ് കെൽവിൻ സ്കെയിൽ? കെൽവിൻ ആരാണ്? ലോർഡ് കെൽവിൻ ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വില്യം തോംസൺ. ലോർഡ് കെൽവിൻ എന്നറിയപ്പെടുന്ന വില്യം തോംസൺ ആണ് എന്ത്? കെൽവിൻ സ്കെയിൽ അവതരിപ്പിച്ചത്. കെൽവിൻ സ്കെയിൽ. ഓക്കെ, കെൽവിൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഐസ് പോയിന്റ് 273.15 കെൽവിൻ ആണ്. 273.15 കെൽവിൻ ആണ്. ദെൻ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് 373.15 കെൽവിൻ ആണ്. എത്രയാണ്? 373.15. ഇവിടെ സെൽഷ്യസ് സ്കെയിൽ പോലെ 100 തുല്യ ഭാഗങ്ങളാണ്. 273.15 മുതൽ 373.15 കെൽവിൻ വരെ 100 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. കെൽവിൻ സ്കെയിൽ. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ കെൽവിൻ സ്കെയിലിൽ എന്തുണ്ടാവില്ല? നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെൽഷ്യസ് സ്കെയിലിൽ 0 to 100 അതിലെവിടെയാണ് നെഗറ്റീവ്? മറ്റിടത്തിൽ 32 to 212 അതിലെവിടെയാണ് നെഗറ്റീവ്? അതല്ല ഉദ്ദേശിക്കുന്നത്. അതിലെന്ത് സംഖ്യകൾ സൂചിപ്പിക്കാം? നമുക്ക് നെഗറ്റീവ് സംഖ്യകൾ സൂചിപ്പിക്കാം, അല്ലേ? പക്ഷേ കെൽവിൻ സ്കെയിലിൽ അത് പറ്റില്ല. കാരണം എന്താ? കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാം നെഗറ്റീവ് 273.15 ഡിഗ്രി സെൽഷ്യസ്, അതാണ് എന്ത്? 0 കെൽവിൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? 0 കെൽവിൻ. 0 കെൽവിൻ. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന എത്രയില്ല? 273.5 കെൽവിനില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 273.5 അല്ലേ? അപ്പോൾ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഏറ്റവും അല്ലേ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 273. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് പോകേണ്ട ആവശ്യം വരുന്നേ ഇല്ല. അപ്പോൾ കെൽവിൻ സ്കെയിലിൽ എന്തുണ്ടാവില്ല? നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാവില്ല. കാരണം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്ന നെഗറ്റീവ് 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ കെൽവിൻ സ്കെയിലിൽ എന്തുണ്ടാവില്ല? നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് എത്രയിലാണ്? നെഗറ്റീവ് 40ലാണ്. നെഗറ്റീവ് 40 ഡിഗ്രി സെൽഷ്യസും നെഗറ്റീവ് 40 ഡിഗ്രി ഫാരൻഹീറ്റും വരും. ഓക്കെ, നെഗറ്റീവ് 40 സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകും. മനസ്സിലായില്ലേ? ഇനി ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോഴും ചോദിച്ചു. ഇനി ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാകുന്നത് എത്രയിലാണ്? 574.25 എന്നാണ് നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത്. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാകുന്ന എത്രയിലാണ്? 574.25. 574.25 എന്ന് കിട്ടുന്നത്, ഇത് കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാവുന്നതിന് കണക്ക് കൂട്ടലിന് എടുക്കുന്ന സമയത്ത് നമ്മൾ കെൽവിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് 273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലേ 0 കെൽവിൻ. അപ്പോൾ കണക്ക് കൂട്ടലുകളിൽ നമ്മളിത് റൗണ്ട് ചെയ്തിട്ട് നെഗറ്റീവ് 273 സമം 0 കെൽവിൻ. നെഗറ്റീവ് 273 ഡിഗ്രി സെൽഷ്യസിന് 0 കെൽവിനായിട്ട് എടുക്കും കണക്ക് കൂട്ടാനുള്ള സൗകര്യാർത്ഥം. അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് 574.25 കിട്ടുന്നത്. ഇതാണ് പരീക്ഷയിൽ കൂടുതലും ഉണ്ടാവാറുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിൽ വേണം, അല്ല 0.15 വെച്ചുള്ള കണക്ക് കൂട്ടലുകളാണെങ്കിൽ അവിടെ 574.59 ആണ് വരിക. മനസ്സിലായില്ലേ? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവൂ. രണ്ടും ഉണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ എഴുതണം. 574.59 ആണ്. പോസിറ്റീവാണ് 574.59. ഒരു ഓപ്ഷൻ നെഗറ്റീവ് ഇട്ടതായിരിക്കും. ഇതാണ് നെഗറ്റീവ് 40. മറ്റതെന്താണ്? പോസിറ്റീവാണ് 574.25 റൗണ്ട് ചെയ്തിട്ട്. ഇതാണ് കൂടുതൽ ഉണ്ടാവുക.
കറക്റ്റ് ആൻസർ 574.59 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത് ഓക്കെ. ഇനി സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും എന്ത് ചെയ്യില്ല? ഒരിക്കലും തുല്യമാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. ആ 0 കെൽവിൻ്റെ മുകളിലോട്ടേ കെൽവിൻ സ്കെയിലുള്ളൂ. അപ്പം 0 കെൽവിന് മുകളിലോട്ടല്ലേ ഉള്ളൂ, ഇനി താഴോട്ടില്ലല്ലോ. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്നതാണിത്. അപ്പോൾ അതിൻ്റെ താഴോട്ടില്ല. -273.15 ഡിഗ്രി സെൽഷ്യസ് അതിന് താഴോട്ടില്ല. അപ്പോൾ ഒരിക്കലും തുല്യമാവില്ല. സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവില്ല. സെൽഷ്യസും ഫാരൻഹീറ്റും -40, ഫാരൻഹീറ്റും കെൽവിനും 574.25. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 574.59 എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതാണ് റാങ്കിൻ സ്കെയിൽ. റാങ്കിൻ സ്കെയിൽ ഇനി അപൂർവമായിട്ട് ചിലപ്പോൾ റയർ ആയിട്ട് ഇനി വന്നേക്കാം പരീക്ഷയിൽ. അപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റനായിട്ട് മാറും. നിങ്ങളെ ഉത്തരം ചെയ്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ റാങ്കിൻ ഇങ്ങനെ എഴുതാം, RANKIN ആണ് റാങ്കിൻ സ്കെയിൽ. റാങ്കിൻ സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുന്ന എത്രയിലാണ്? 0-ലാണ്. രണ്ടിൻ്റെയും 0 സെയിം ആണ്. 0 കെൽവിൻ തന്നെയാണ്, 0 റാങ്കിനും അത് സെയിം ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? തുല്യമാവില്ല. റാങ്കിൻ സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ. അപ്പോൾ റാങ്കിൻ സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുമെന്ന് ചോദിച്ചാൽ 0. അത് ചോദിച്ചാൽ നിങ്ങൾ മാത്രമേ ഉത്തരം എഴുതുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ -40 എഴുതും, അല്ലെങ്കിൽ ഇത് എഴുതും, അല്ലെങ്കിൽ തുല്യമാവില്ല എന്ന് എഴുതും. തുല്യമാവ് എത്രയില്ല? 0-ലാണ്. എന്നാൽ റാങ്കിൻ സ്കെയിൽ ഫാരൻഹീറ്റ് സ്കെയിലുമായിട്ട് ഒരിക്കലും തുല്യമാവില്ല. റാങ്കിൻ സ്കെയിൽ സെൽഷ്യസ് സ്കെയിലുമായിട്ടും ഒരിക്കലും തുല്യമാവില്ല. മനസ്സിലായില്ലേ? ഗണിതപരമായിട്ട് തുല്യമാവും സെൽഷ്യസ് സ്കെയിലുമായിട്ട്. അത് എത്രയില്ല? -614. -273 താഴോട്ടുള്ള നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യില്ല? ഗണിതപരമായിട്ടുള്ള മാത്രമാണ്, ഭൗതികപരമായിട്ട് അല്ലേ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം -273.15 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ടൊരു താപനില ഇല്ല, പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. ഓക്കെ. അപ്പോൾ ഗണിതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ -614.59 അത് വരാൻ സാധ്യതയില്ല. കാരണം ഇത് തന്നെ വന്നിട്ടില്ല ഇതുവരെ. റാങ്കിൻ സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുന്ന എത്രയിലാണ്? 0-ലാണ്. അതുവരെ മതി. റാങ്കിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും റാങ്കിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തുല്യമാകില്ല എന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി എങ്ങാനും റാങ്കിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡിഗ്രി ലെവലിലെങ്ങാനേ ചോദിക്കുള്ളൂ. അത് ചോദിച്ചാൽ 614.59 നെഗറ്റീവാണേ. -614.59 ആണ്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷനാണ്. അത് എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ പഠിക്കണം. അതിൽ ചിലതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അത് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കണക്ക് പരീക്ഷയിൽ ആവശ്യം വരില്ല. കാരണം പലപ്പോഴും പരീക്ഷ വരുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗവും മുൻ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന സംഖ്യകളാണ്. അതുകൊണ്ട് കൺവേർഷൻ ഇല്ലാതെ തന്നെ കിട്ടും. ഓക്കെ, ബൈ ഹാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇനി അല്ലാത്ത ഏതെങ്കിലും ചോദിച്ചാൽ കുടുങ്ങി പോകാതിരിക്കാനാണ് ഈ കണക്ക്. അപ്പോൾ പ്രധാന സ്കെയിലുകൾ എന്ന് പറയുമ്പോൾ സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഇത് മൂന്നും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷനുള്ള മറ്റ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും. സെൽഷ്യസ് ബൈ 5, ഫാരൻഹീറ്റ് -32/9, കെൽവിൻ -273.15/5. ഇതാണ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇത് തുല്യമായിരിക്കും. സെൽഷ്യസ് ബൈ 5ഉം ഫാരൻഹീറ്റ് -32/9ഉം കെൽവിൻ -273.15/5 എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് റൗണ്ട് ചെയ്തിട്ട് കണക്ക് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ചെയ്തിട്ട് 273 എന്നെടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ഇതാ, ഇത് രണ്ടും തുല്യമാണ്. ഫാരൻഹീറ്റും കെൽവിനും തമ്മിൽ ചോദിച്ചാൽ ഇത് രണ്ടും എടുക്കണം. സെൽഷ്യസും കെൽവിനും ചോദിച്ചാൽ ഇത് രണ്ടും എടുക്കണം. അങ്ങനെ എടുത്തിട്ടാണ് ഈ കണക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നോക്കിയാൽ കണക്കുകാർക്ക് എളുപ്പമായിരിക്കും. അല്ലാത്തവർക്ക് ഇതിൽ നിന്ന് കിട്ടൽ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചിട്ട് കണക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ളതാണെങ്കിൽ സെൽഷ്യസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഫാരൻഹീറ്റിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ സെൽഷ്യസ് ഉണ്ട് ബൈ 5 ആണ്. ഇവിടെ ഫാരൻഹീറ്റ് -32/9 ആണ്. അപ്പം ഈ ബൈ 9 ഇപ്പുറം വരണം അല്ലേ? അപ്പം സെൽഷ്യസ് ഇൻറ്റു 9/5 -32 ഇപ്പുറം വരുമ്പോൾ 32. ഇതാണ് ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ. ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ച് 32 കൂട്ടിയാൽ എന്തിലേക്ക് മാറി? ഫാരൻഹീറ്റിലേക്ക് മാറി. മനസ്സിലായില്ലേ? അതാണ് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ. അത് ബൈ ഹാർട്ട് പഠിച്ചോളുക. കണക്കുമായിട്ട് ബന്ധമില്ലാത്തവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും നിൽക്കേണ്ട, ബൈ ഹാർട്ട് പഠിച്ചോളുക. ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിക്കുക. 9/5 കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ
5 കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ട് ഗുണിക്കുക. വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതേ നിങ്ങൾക്ക് കണക്കായിട്ട് ചെയ്യാൻ വരുള്ളൂ. 5 കൊണ്ട് വെട്ടാൻ പറ്റിയതേ വരുള്ളൂ. 20, 50, 50, 100, 150, 200 അങ്ങനെയുള്ളതേ വരുള്ളൂ. അല്ലാത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടല്ലേ പരീക്ഷയിൽ, നടക്കൂലല്ലോ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 32 കൂട്ടിയാൽ എന്തായി? ഫാരൻഹീറ്റിലായി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 100 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് എന്ത് ചെയ്യണം? 9/5 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 32 ആഡ് ചെയ്യണം. 100ന് 9/5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ വെട്ടിച്ചുരുക്കാലോ. 100ൽ 5 എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം. അപ്പം 20 × 9 180. 20 × 9 150 കിട്ടും. അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 32 ആഡ് ചെയ്യണം. 180 + 32 എത്ര കിട്ടും? 212 കിട്ടും. സിമ്പിൾ കണക്കല്ലേ, ചെയ്യാൻ പറ്റൂലേ? മാത്സ് വലിയ ഐഡിയ ഇല്ല, എനിക്ക് കണക്കൊന്നും പറ്റില്ല പറഞ്ഞ് വിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരിക്കലും 100 ഡിഗ്രി സെൽഷ്യസ് വന്നിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്ത് നോക്കിയിട്ട് 212 കണ്ടുപിടിക്കാൻ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ആ ഉത്തരം കിട്ടിയിട്ട് ഞാൻ കണക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇത് ഏത് PSC ആസ്പിരൻറ്റും, ആപ്ലിക്കൻ്റ് അല്ല, എല്ലാ ആസ്പിരൻറ്റും ഇത് 212 അല്ല അതെന്നെ ഉത്തരം ചെയ്തു. കാരണം എത്രയോ തവണ വന്ന് തയമ്പിച്ച ചോദ്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ചെയ്ത് നോക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ 100 × 9/5 + 32 വെട്ടിച്ചുരുക്കുന്നു. 100 5 കൊണ്ട് 20, 20 × 9 180 + 32. ഇതാണ് 20 × 9 + 32. അത് 20 × 9 ഗുണിക്കണം ആദ്യം 180 പ്ലസ് കൂട്ടണം. ബോട്ട് മാത്സ് റൂളൊക്കെ അറിയാലോ. അപ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റ് കിട്ടും. ഇങ്ങനെയുള്ള ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മത്സരം തമ്മിൽ കൂടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യേണ്ട, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റ് ആണ് ചെയ്ത് നോക്ക്. ഇതും ഞാൻ ബൈ ഹാർട്ട് അങ്ങ് പറയും, ഞാൻ മിടുക്കനാ. 100 ഡിഗ്രി സെൽഷ്യസ് 212 അല്ലേ? അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 424 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഒന്നിൽ 100ൻ്റെ വിഭജനം, ഒന്നിൽ 180ൻ്റെ വിഭജനം, രണ്ടും അങ്ങനെ കണക്കൂട്ടാൻ പറ്റുമോ? ഇല്ല. അത് ചെയ്ത് തന്നെ നോക്കണം. മനസ്സിലായില്ലേ? അത് ബൈഹാർട്ട് ഇങ്ങനെ 100ൻ്റെ എനിക്കറിയാം, എന്നാൽ പിന്നെ 200ൻ്റെ 300ൻ്റെ ഒക്കെ ഇങ്ങനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. അത് ചെയ്ത് നോക്കുക. ഓക്കെ, 200ന് എന്ത് ചെയ്യുക? 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 ആഡ് ചെയ്യുക. 200 × 9/5 + 32 ചെയ്ത് നോക്കിയാൽ 200 വെട്ടിച്ചുരുക്കാം. 100ലാവുമ്പോൾ 20 അല്ലേ? 200ലാവുമ്പോൾ 40. 40 × 9 4 36 360 392 വരിക. അത് നിങ്ങൾ ഞാനിങ്ങനെ ബൈഹാർട്ട് പറഞ്ഞ് നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോ കണക്ക് ചെയ്ത് നോക്കിക്കോ. കണക്കായിട്ട് വലിയൊരു ഐഡിയ ഇല്ലാത്തവർ അങ്ങനെ ചെയ്ത് പഠിച്ചേക്കുക. 200 300 അങ്ങനെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ചെയ്യാൻ പാകത്തിൽ അത് അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനാണ് കൂടുതലും പരീക്ഷയിൽ ചോദിക്കുക. ഇനി ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ രണ്ടും ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. ഒരു ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കുക. സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 കൂട്ടിയിട്ടല്ലേ അങ്ങോട്ടേക്ക് പോയത്, ഫാരൻഹീറ്റിലേക്ക് പോയത്. അപ്പോൾ തിരിച്ച് ഫാരൻഹീറ്റിൽ നിന്ന് സെൽഷ്യസിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടി വരിക? അവസാനം ചെയ്തത് ആദ്യം ചെയ്യണം. ഫാരൻഹീറ്റിലുള്ളതെന്ന് 32 കുറയ്ക്കണം. കൂട്ടിയതല്ലേ, അതാണ് കുറച്ച് കളയണം. എന്നിട്ടോ 9/5 കൊണ്ട് ഗുണിച്ചിട്ടില്ല ഇങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ച് 5/9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? സെൽഷ്യസിലേക്ക് കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണോ 5/9 അവിടെയാണോ 9/5 അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ പഠിക്കുക. സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ച് 32 ആഡ് ചെയ്താൽ ഫാരൻഹീറ്റ് ആയി. നേരെ തിരിച്ച് ചെയ്യുക. 32 ആദ്യം അങ്ങോട്ട് കുറയ്ക്കുക, എന്നിട്ട് 5/9 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? സെൽഷ്യസിലേക്ക് തിരിച്ചു വന്നു. ക്ലിയർ അല്ലേ? 50 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ത് ചെയ്യണം നമുക്ക്? ഇക്വേഷൻ പ്രകാരം 50 - 32 × 5/9. 50 32 കുറച്ചാൽ 18. 18 × 5/9. 18 5/9 എന്ന് പറഞ്ഞാൽ 18 × 5/9 വെട്ടിച്ചുരുക്കാം. 18ൽ 9 2 പ്രാവശ്യം. 2 × 5 10 ഡിഗ്രി സെൽഷ്യസ്. ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റൂലേ? സിമ്പിൾ അല്ലേ? ഫാരൻഹീറ്റ് തന്നേന്ന് 32 ആദ്യം കുറയ്ക്കുക, എന്നിട്ട് 5/9 കുടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യേണ്ട, അത് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. കമൻറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവസാനമുള്ള 6 ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഞാൻ എല്ലാ സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അതൊക്കെ ഫാരൻഹീറ്റിലും കെൽവിനിലും നിങ്ങൾ എഴുതണം. അത് ചെയ്യാൻ മാത്രം മതി നിങ്ങൾ ഇവിടെ. ഓക്കെ, എന്നിട്ട് നേരെ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാനൊരു നിർദ്ദേശം പറയും, അതും കൂടെ ചെയ്താൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്. അതല്ലെങ്കിലും ഈ ക്ലാസ് നിർബന്ധമായിട്ടും കാണുക, പഠിച്ചേക്കുക, എല്ലാ പരീക്ഷയിലും വരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിച്ചോട്ടോ 140ൻ്റെ. യെസ്. അടുത്തത് സെൽഷ്യസിനെ കെൽവിനിലേക്കാക്കാനും പരീക്ഷ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. കാരണം -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ അല്ലേ? അതായത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താലാണോ 0 ആവുക? -273ൻ്റെ കൂടെ +273 കൂട്ടിയാൽ പോരെ അല്ലേ?
പോയിന്റ് സംഖ്യ എടുക്കുകയാണെങ്കിൽ 0.15 എടുക്കുക, അത് കൂട്ടിയാൽ മതി. അപ്പോൾ സെൽഷ്യസിൻ്റെ കൂടെ 273 കൂട്ടിയാൽ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സെൽഷ്യസിൻ്റെ കൂടെ 273.15 കൂട്ടിയാൽ എന്തിലേക്ക് മാറും? കെൽവിനിലേക്ക് മാറും. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 100 പ്ലസ് 273.15, അതായത് 373.15 കെൽവിനാണ്. പരീക്ഷയിൽ അധികവും 373 കെൽവിൻ ഉണ്ടാവും. അതായത് കണക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം തന്നില്ല എങ്കിൽ നിങ്ങൾ 273 എടുത്ത് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എളുപ്പമല്ലേ? 273 കൂട്ടിയാൽ മതി. അപ്പോൾ കെൽവിനെ സെൽഷ്യസിലേക്ക് മാറ്റാനോ 273 കുറച്ചാൽ മതി. 373.15 കെൽവിൻ എന്ന് പറഞ്ഞാൽ 273 കുറച്ചാൽ 100 സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് സിമ്പിൾ അല്ലേ? സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനും കെൽവിനെ സെൽഷ്യസിലേക്ക് മാറ്റാനും എളുപ്പമല്ലേ? യെസ്. അപ്പം കെൽവിന് ഏതൊന്നാന്ന് പഠിക്കാവൂ ഇതൊക്കെ. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനുള്ള പഠിച്ചു വെച്ചാൽ മതി. എന്താ ആഡ് ചെയ്യുക? 273 കൂട്ടുക, 273 അങ്ങോട്ട് കൂട്ടിയാൽ മതി. നേരെ തിരിച്ച് കെൽവിൻ സെൽഷ്യസിലേക്ക് മാറ്റാം, 273 കുറച്ചാൽ മതി. ആദ്യത്തെ ഓർമ്മിക്കുക, സെൽഷ്യസ് ടു കെൽവിൻ 273 കൂട്ടുക. ക്ലിയർ? അപ്പോൾ പിന്നെ ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അടുത്തത് ഫാരൻഹീറ്റിന് കെൽവിൻ. ഇത് ഞാനിവിടെ ഇക്വേഷനൊക്കെ വെച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങൾക്ക് മാത്സ് പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റാൻ ഒരിക്കലും ഈ ഇക്വേഷൻ ബൈഹാർട്ട് ആക്കാൻ നിങ്ങൾ പോവുകയും വേണ്ട. ഫാരൻഹീറ്റിൽ നിന്ന് സെൽഷ്യസിലേക്ക് മാറ്റുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറച്ച് 5/9 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? സെൽഷ്യസിലേക്ക് മാറി. സെൽഷ്യസ് നിന്ന് കെൽവിനിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാലോ, 273 കൂട്ടിയാൽ മതി. ഇതാണ് സംഭവം. അതിവിടെ ഒരു ഇക്വേഷനാക്കി എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ മാത്രം പഠിച്ചാൽ ഇവിടെയുള്ള ഏത് കണക്കും ചെയ്യാം. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും മറിച്ച് ഫാരൻഹീറ്റിൽ നിന്ന് സെൽഷ്യസിലേക്ക് മാറ്റാനും പഠിച്ചാൽ ഇവിടെയുള്ള എല്ലാ കണക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ സെൽഷ്യസ് × 9/5 + 32 ഫാരൻഹീറ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ ഈ ഇക്വേഷനും കണക്കും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞുതരാം. ഫാരൻഹീറ്റിനെ കെൽവിനിലേക്ക് മാറ്റാൻ ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറച്ച് 5/9 ഗുണിച്ചാലാണ് സെൽഷ്യസ് ആവുക. അതിൻ്റെ കൂടെ പ്ലസ് 273 കൂട്ടിയാൽ കെൽവിനിലേക്ക് മാറി. ഈ ഇക്വേഷൻ പ്രകാരം 230 ചെയ്ത് നോക്കിയോ? 230 32 കുറയ്ക്കുന്നു, 5/9 ഗുണിക്കുന്നു, 273 ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 230 32 കുറച്ചാൽ 198 കിട്ടും. ഇൻറ്റു 5/9 പ്ലസ് 273.15. 198 ഇൻറ്റു 5/9 എന്ന് പറയുമ്പോൾ 198 9 കൊണ്ട് വെട്ടിച്ചുരുക്കാം, 22 കിട്ടും. 22 ഇൻറ്റു 5 പ്ലസ് 273.15. 22 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 110 ആണ്. പ്ലസ് 273.15, അപ്പം 353.15 കെൽവിൻ കിട്ടും. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇതാരും ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ കഷ്ണം വെച്ചിട്ട് അല്ലേ? അതിൻ്റെ കൂടെ 273 അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഫാരൻഹീറ്റും കെൽവിനും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ചെയ്യാവുള്ളൂ. ചോദിച്ചിട്ടില്ല, പരീക്ഷയെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ ബന്ധമില്ലാത്തവർ ഇതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഇനി നേരെ തിരിച്ച് കെൽവിനിലെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ, കെൽവിനുള്ളതെന്ന് അവസാനം നമ്മൾ 273 കൂട്ടിയല്ലേ, അപ്പോൾ അത് കുറയ്ക്കണം. എന്നിട്ടോ 5/9 ഗുണിച്ചിട്ടില്ല അങ്ങോട്ട് പോയി, അപ്പോൾ 9/5 കൊണ്ട് ഗുണിക്കണം. എന്നിട്ടോ 32 ആഡ് ചെയ്യണം. ഇതും ചോദിച്ചിട്ടില്ല, വിട്ടേക്കുക. ഇനി ഏതെങ്കിലും പരീക്ഷയിൽ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചെയ്യുക? സെൽഷ്യസ് നിന്ന് ഫാരൻഹീറ്റ്, ഫാരൻഹീറ്റിൽ നിന്ന് സെൽഷ്യസ്, അതറിയാം. എന്നിട്ട് കെൽവിനിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഇക്വേഷനുകളൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് പോലും ഇല്ലാതായി പോകും. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ. ഇനി ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ. ഇതിൽ PSCയിൽ വരുന്ന സ്ഥിരം ചോദ്യങ്ങളാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ് പഠിപ്പിച്ചു തരാം. അതിനുശേഷം ഇതിൽ ആദ്യത്തെ 6 എണ്ണം ഇവിടെ ഞാൻ ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്തത് നിങ്ങൾ ഡിഗ്രി ഫാരൻഹീറ്റിലും എന്തിലും കെൽവിനിലും എഴുതണം. 1 അതിന് നേരെ ഫാരൻഹീറ്റ്, കെൽവിൻ, അങ്ങനെ തന്നെ ഇടുക. ഇത്ര ഫാരൻഹീറ്റ്, ഇത്ര കെൽവിൻ. 2 ഇത്ര ഫാരൻഹീറ്റ്, ഇത്ര കെൽവിൻ. അങ്ങനെ 6 എണ്ണത്തിൻ്റെ എഴുതി കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ നിന്ന് കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. ഓക്കെ, അപ്പം ജലത്തിൻ്റെ ഗരാംഗം, അതായത് ജലത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ്, ജലം ഐസായി മാറുന്ന താപനില, അല്ലെങ്കിൽ അതേ താപനിലയിൽ തന്നെയാണ് ഐസ് എന്ത് ചെയ്യുക? ജലമായി മാറുക. ഐസിൻ്റെ ദ്രവണാങ്കം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഗരാംഗവും ദ്രവണാങ്കവും സെയിം ആയിരിക്കട്ടെ. ഏത് പദാർത്ഥം ചോദിച്ചാലും അതിൻ്റെ ഗരാംഗവും ദ്രവണാങ്കവും സെയിം ആയിരിക്കും. ഫ്രീസിങ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും.
അപ്പോൾ ജലത്തിൻ്റെ ഖരാങ്കവും ഐസിൻ്റെ ദ്രവണാങ്കവും ഏതൊരു പദാർത്ഥത്തിൻ്റെ ചോദിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥയിൽ അനുസരിച്ച് പേര് മാറ്റം ഉണ്ടാവും. ഇപ്പം ദ്രാവകാവസ്ഥയായതുകൊണ്ട് ജലം അല്ലേ, വാതകമാണെങ്കിൽ എന്താണ് എന്താണ് ഖരാങ്കം ദ്രവണാങ്കം അല്ലേ. അപ്പോൾ ജലത്തിൻ്റെ കാര്യമാകുമ്പോൾ ഖരാങ്കം, ജലം ഐസായി മാറുന്നത്. ദെൻ നേരെ തിരിച്ച് ഐസ് ജലമായി മാറുന്നത് അത് എന്താണ്, ദ്രവണാങ്കം. ഓക്കെ, അപ്പോൾ എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫാരൻഹീറ്റും കെൽവിനും അങ്ങനെ എല്ലാം കൂടെ ഒറ്റ കമൻ്റ് ആയിട്ട് ഇടണേ, എന്നാലേ കാര്യമുള്ളൂ. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഒറ്റ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ അതേപോലെ ജലത്തിൻ്റെ തിളനില എല്ലാവർക്കും അറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. ഇത്ര തവണ നമ്മൾ പറഞ്ഞു. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. 36.9 റൗണ്ട് ചെയ്ത് 37 വെച്ചിട്ടുള്ള എഴുതിയാൽ മതി നിങ്ങൾ. കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ പരീക്ഷയിൽ വന്നതാണ്. ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കൂടുതലും സാന്ദ്രത ഏറ്റവും കുറവും എത്രയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയിലാണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. നേരെ തിരിച്ച് ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കുറവും ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലും എത്രയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിലുമാണ്. ആ വ്യത്യാസം മനസ്സിലായി. 4 ചോദ്യമാണ് ഇത്. ചില ആളുകൾ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും, ആ വൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും എവിടെന്നെങ്കിലും. ഇതിൽ 4 വന്നാൽ ഉത്തരം 1 എഴുതും. അതല്ല, ഇതിങ്ങനെ ഓർമ്മിച്ചാൽ മതി. നിങ്ങൾക്കറിയാലോ, ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ നിറയെ തുളുമ്പുന്ന രീതിയിൽ വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. കാരണം ഐസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും, അധികം നിറയെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനർത്ഥം എന്താ, ഐസ് ആകുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ വ്യാപ്തം കൂടുന്നുണ്ട് അല്ലേ. ഐസ് ആകുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ ഐസ് ആകുന്നത്, അപ്പോൾ വ്യാപ്തം കൂടുന്നുണ്ട്. അപ്പോൾ വ്യാപ്തം ഏറ്റവും കൂടുതൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് മതി. വ്യാപ്തം ഏറ്റവും കൂടുതലാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറവാണ്. സാന്ദ്രത D = മാസ് ബൈ വ്യാപ്തമാണ്, വിപരീത അനുപാതത്തിലാണ്. അപ്പം വ്യാപ്തം ഏറ്റവും കൂടുതലുള്ള സമയത്ത് സാന്ദ്രത ഏറ്റവും കുറവാണ്. അതെത്രയല്ല, 0. നേരെ തിരിച്ച് പറഞ്ഞാൽ 4 വ്യാപ്തം ഏറ്റവും കുറവും സാന്ദ്രത ഏറ്റവും കൂടുതലും 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 6 നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. ബാക്കി കൂടെ പഠിച്ചു വെക്കണേ. മെർക്കുറിയുടെ ദ്രവണാങ്കം ഞാൻ ഓൾറെഡി പഠിപ്പിച്ചാണ്, -39 ഡിഗ്രി സെൽഷ്യസ്. ദെൻ മെർക്കുറിയുടെ തിളനില 357 ഡിഗ്രി സെൽഷ്യസ്, പഠിച്ചല്ലേ? ദെൻ ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം പല പരീക്ഷയും ചോദിച്ചിട്ടുള്ളതാണ്, 3422 ഡിഗ്രി സെൽഷ്യസ്. പണ്ടൊക്കെ പരീക്ഷ ചോദിക്കുമ്പോൾ 3410 ഇതായിരുന്നു പണ്ട് സ്ഥിരം പരീക്ഷയിൽ കൊടുത്തിരുന്നത് PSC. ഓക്കെ, ഇപ്പം കറക്റ്റ് തന്നെ പഠിച്ചു വെക്കാം. 3422 ഏകദേശം ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. 3422 ഡിഗ്രി സെൽഷ്യസ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൺ. അതുകൊണ്ട് 3422 അത് ചോദിക്കാറുണ്ട്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. PSC ചോദിക്കുമ്പോൾ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള 4 ഡിഗ്രി സെൽഷ്യസ് ആണ് പൊതുവെ കൊടുക്കാറുള്ളത്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില പൊതുവെ 4 ഡിഗ്രി സെൽഷ്യസിലാണ് പൊതുവെ സൂക്ഷിക്കുന്നത്. 2നും 6നും ഇടയിലാവാം, അത് പൊതുവെ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ദെൻ ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എത്രയാണ്? 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ്രാവകം, വാതകം, ദ്രാവകം, വാതകം അല്ലേ, ഒരു പദാർത്ഥത്തിൻ്റെ ഈ 3 അവസ്ഥകളും. അപ്പം ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 0.01 എന്ന് തന്നെ ഓർമ്മിക്കണേ. 0.1, 0.01, 0.001 എന്നൊക്കെ ഉണ്ടാവും, മാറിപ്പോരുത്. അപ്പോൾ ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിന്റ് 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 6 താപനിലകൾ കെൽവിനും ഫാരൻഹീറ്റും കൂടി കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരൊറ്റ കമൻ്റായിട്ട് ഇടുക, നിങ്ങളുടെ പേരും കൊടുക്കുക. ആ കമൻറ്റിൽ നിങ്ങളുടെ പേരും കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തുടങ്ങാൻ പോകുന്ന LGS ബാച്ചിലേക്കോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് LDC ബാച്ചിലേക്കോ അല്ലെങ്കിൽ LPUP ഗോൾഡ് ബാച്ചിലേക്കോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടവർക്കുള്ള ഒരു സമ്മാനം കൂടിയാണിത്. അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് മേക്കർ PSC ടെലഗ്രാം ചാനലുള്ളവർക്കാണ് ഈ ഒരു സമ്മാനം ഉണ്ടാവുക. അതിന് ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം എടുത്തിട്ട് റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ മനസ്സിലാക്കുക. ഇവിടെ കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അത് ഇവിടെ കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോകൾ, ഇത്തരം ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. നമുക്ക് LGSനും LDCക്കും LPUPക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രീവിയസ് വന്ന ചോദ്യങ്ങൾ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ അനുബന്ധ വസ്തുതകൾ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഈ രീതിയിൽ എടുക്കുന്ന ക്ലാസ്സുകൾ, എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഇതേപോലെ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നമുക്ക് അത്തരം ക്ലാസ്സുകൾ യൂട്യൂബിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.